ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ഇവൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇവൾ ഉപയോഗിച്ചിട്ടുമില്ല. നിങ്ങൾ എന്തെങ്കിലും വാങ്ങി ഇവളുടെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും വില ഇവളോട് ചോദിക്കണ്ട. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാ നല്ലത്, രാജീവ് പറഞ്ഞു. കെട്ടാൻ പോകുന്ന പെണ്ണിന് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടല്ല വാങ്ങിക്കൊടുക്കേണ്ടത്. അതുപോലെ ഞാൻ ഇവൾക്ക് വാങ്ങിക്കൊടുത്തത്. എന്നാൽ ഇവൾ അതല്ല എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് കല്യാണത്തിന് തലേന്ന് മറ്റൊരുത്തൻ്റെ കൂടെ പോയിരിക്കുന്നു, രാമകൃഷ്ണൻ പറഞ്ഞു. നിങ്ങളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലെന്നും വിവാഹത്തിന് സമ്മതിക്കില്ലെന്നും ഗൗരി പറഞ്ഞതാണ്. പിന്നെ എന്തിന് നിങ്ങൾ ഇവൾക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തുവിടണം, ദീപ ചോദിച്ചു. 2 ലക്ഷം രൂപയും 25 പവൻ സ്വർണവും ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉറപ്പായും എനിക്ക് തന്നെ ഇവളെ കെട്ടിച്ചു തരാമെന്ന് ഇവളുടെ അച്ഛൻ എനിക്ക് വാക്ക് തന്നിരുന്നു. അതുകൊണ്ടാ ഞാൻ അതെല്ലാം വാങ്ങിച്ചു കൊടുത്തു വിട്ടത്, രാമകൃഷ്ണൻ പറഞ്ഞു. ഇവൾ മറ്റൊരാളുടെ കൂടെ പോയിട്ടില്ലായിരുന്നെങ്കിൽ കൂടി നിങ്ങളുമായുള്ള വിവാഹത്തിന് ഇവൾ സമ്മതിക്കില്ലായിരുന്നു. വിവാഹത്തലേന്ന് വീട് വിട്ടിറങ്ങിപ്പോരാനായിരുന്നു ഇവൾ തീരുമാനിച്ചിരുന്നത്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ വിവാഹത്തിന് തൊട്ടു മുൻപ് ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞിട്ടാ ഇവിടുന്ന് പോയത്. അത് കേട്ട് ദേവൻ ഒന്ന് ഞെട്ടി. ഗൗരിയെ ഒന്ന് നോക്കിയതിനു ശേഷം അമ്പരപ്പോടെ രവിയെ നോക്കി. രവിയുടെ മുഖത്തും നല്ല അമ്പരപ്പുണ്ടായിരുന്നു. ഇനിയും നിങ്ങളിവളെ ശല്യം ചെയ്യുകയാണെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടി വരും, ദീപ പറഞ്ഞു. പോലീസ് കംപ്ലൈൻറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഇതുപോലത്തെ വിവാഹ തട്ടിപ്പുകാരെയൊക്കെ ശിക്ഷിക്കാൻ ഇക്കാലത്ത് നിയമമുണ്ട്. രാമകൃഷ്ണൻ അത് പറഞ്ഞതും അയാളുടെ ചെകിടത്ത് ദേവൻ ആഞ്ഞൊന്ന് പൊട്ടിച്ചു. ഇനി ഇവിടെ നിന്ന് വായ തുറന്നാൽ പോലീസ് സ്റ്റേഷനിലേക്കല്ല താൻ പോകുന്നത്, ചുടുകാട്ടിലേക്കായിരിക്കും. മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ. മേലാൽ ഇക്കാര്യം പറഞ്ഞ് ഇവളുടെ പുറകെ ചെന്നാൽ പറഞ്ഞതുപോലെ ചെയ്തിരിക്കും. രാമകൃഷ്ണൻ തെറിച്ച് നിലത്ത് വീണു. ദേവന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാവരും അമ്പരന്നുപോയി. സെക്യൂരിറ്റി, ഇയാളെ പിടിച്ച് പുറത്താക്ക്, ദേവൻ പറഞ്ഞു. സെക്യൂരിറ്റി അയാളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ രവിയും ചെന്ന് അയാളെ പിടിച്ചു വലിച്ച് വാട ഇവിടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് നടന്നു. രാമകൃഷ്ണനല്ല ഗൗരിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്ന ആശ്വാസത്തിൽ രാജീവ് ഗൗരിയെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ്റെ ക്യാബിനിലേക്ക് പോയി. ദേവൻ ഗൗരിയെ നോക്കുമ്പോൾ അവൾ അവിടെ നിന്ന് കരയുകയായിരുന്നു. എല്ലാവരും അവിടെ കൂടി നിൽക്കുന്നത് കണ്ട് ദേവൻ പറഞ്ഞു, എല്ലാവരും അവരവരുടെ ജോലി ചെയ്യാൻ നോക്ക്. എന്നിട്ട് അവൻ അവൻ്റെ ക്യാബിനിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അഞ്ജലി ഗൗരിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, നീ ആള് കൊള്ളാലോടി, ഒരുത്തനെ പറ്റിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ പോയിരിക്കുന്നോ? അത് കേട്ട് ദേവൻ അഞ്ജലിക്ക് നേരെ ഒച്ചയെടുത്തു. അഞ്ജലി, നിനക്കിവിടെ വർക്കൊന്നുമില്ലെങ്കിൽ ലീവ് എടുത്ത് വീട്ടിൽ പൊയ്ക്കോ, വിളിക്കുമ്പോൾ വന്നാൽ മതി. അത് കേട്ട് എല്ലാവരും വേഗം അവരവരുടെ സീറ്റിൽ പോയിരുന്ന് വർക്ക് തുടങ്ങി. ദീപ ഗൗരിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, കരയണ്ട ഗൗരി, ഇവിടെ വന്നിരിക്ക്. എന്നിട്ട് അവളെ അവളുടെ സീറ്റിൽ കൊണ്ടുവന്നിരുത്തി. രവി രാമകൃഷ്ണനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു, ഇനി നീ ഗൗരി എന്നും പറഞ്ഞ് ഇവിടെ വന്നാ നിന്റെ കൈയും കാലും തല്ലിയൊടിച്ച് വല്ല കുറ്റിക്കാട്ടിലും കൊണ്ടുപോയി ഇടും. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ നോക്കിക്കോ. എടാ, ഇത് ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കുമെന്ന് വിചാരിക്കണ്ട, രാമകൃഷ്ണൻ പറഞ്ഞു. പെട്ടെന്നെന്നല്ല, ഒരിക്കലും മറക്കരുത്. എങ്കിലേ നിനക്കിനി ഇങ്ങനൊരു ബുദ്ധിമോശം തോന്നാതിരിക്കൂ. ഇനിയും നീ ഗൗരിയുടെ പേരും പറഞ്ഞ് ഇവിടെ വരുന്നതിന് മുൻപ് കൈയും കാലും തല്ലിയൊടിച്ചാൽ വീൽ ചെയറിൽ വേണം തിരിച്ചു പോകാനെന്ന് ഉറപ്പിച്ച് അതും കയ്യിൽ കരുതി വന്നാൽ മതി. ഇപ്പം നീ ചെല്ല് എന്ന് പറഞ്ഞ് രവി ഓഫീസിനകത്തേക്ക് കയറിപ്പോന്നു. രവി ഓഫീസിലേക്ക് കയറിപ്പോരുമ്പോഴും ഗൗരി ടേബിളിലേക്ക് കൈവച്ച് അതിലേക്ക് തല ചായ്ച്ചു വെച്ച് കിടന്ന് കരയുക തന്നെയായിരുന്നു. അവളെ കണ്ട് രവിക്ക് വല്ലാതെ സങ്കടം തോന്നി. നേരെ അവൻ ദേവന്റെ ക്യാബിനിലേക്ക് ചെന്നു. രവി ദേവന്റെ ക്യാബിനിലെത്തി ദേവനോട് പറഞ്ഞു, അയാളെ സാർ അടിച്ചത് മോശമായിപ്പോയി. അത് കേട്ട് ദേവൻ ദേഷ്യത്തോടെ രവിയെ നോക്കി. ആ അവസരം എനിക്ക് തരായിരുന്നില്ലേ? അടിച്ച് ഞാൻ അയാളുടെ പല്ലു കൊഴിക്കുമായിരുന്നല്ലോ. അയാളുടെ മകളാവാനുള്ള പ്രായമേ ഉള്ളൂ ഈ പെണ്ണിന്. എന്നിട്ട് അവളുടെ വീട്ടുകാരെന്തിനായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക, രവി ചോദിച്ചു. പണം മോഹിച്ച്, അല്ലാതെ മറ്റെന്താ? അയാൾ പറഞ്ഞത് കേട്ടില്ലേ, പണം കൊടുക്കാന്ന് പറഞ്ഞിരുന്നു എന്ന്, ദേവൻ പറഞ്ഞു. എന്നാലും സ്വന്തം അച്ഛനും അമ്മയും പണത്തിനു വേണ്ടി ഒരു മകളോട് ഇങ്ങനെ ചെയ്യുമോ, രവി ചോദിച്ചു. അങ്ങനെയുണ്ടാവും ഈ ലോകത്തെ ആളുകൾ, ദേവൻ പറഞ്ഞു. ഇനിയിപ്പോൾ അവൾ വീട്ടിൽ ചെന്നാലും ഇത് തന്നെ ആയിരിക്കില്ലേ സംഭവിക്കുക, രവി ചോദിച്ചു. നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്ക് വർക്കുണ്ട്, ദേവൻ പറഞ്ഞു. സാറിന് എന്ത് വർക്കാ ഉള്ളത്? വല്ല ക്ലയൻസും എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കി രാജീവ് സാറിന് ഫോർവേഡ് ചെയ്യുക. രാജീവ് സാർ അതെല്ലാം വെരിഫൈ ചെയ്ത് അതിൻ്റെ റിപ്ലൈ ക്ലയൻസിന് അയച്ചു കൊടുക്കുന്നതിനോടൊപ്പം സാറിനും അയച്ചു തരും. സാർ അത് ഇവിടെ ഇരുന്ന് വായിക്കും.
പിന്നെ എന്തെങ്കിലും വർക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കുക. അതിൻ്റെ റിപ്പോർട്ട്സ് മെയിൽ വരുമ്പോൾ അതിരുന്ന് നോക്കുക. ഇതല്ലേ ഉള്ളൂ? രവി ചോദിച്ചു. ഞാൻ എന്ത് വർക്ക് ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കുക നീ. അല്ലാതെ നിനക്ക് വേറെ വർക്കൊന്നും ഇല്ലല്ലോ. നിനക്ക് ഞാൻ വെറുതെ സാലറി തരുന്നത്, ദേവൻ പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല. സാറിനിവിടെ നല്ല വർക്കുണ്ട്. സാർ അത് ചെയ്തുകൊണ്ടിരുന്നോ, ഞാൻ മിണ്ടാതിരുന്നോളാം എന്ന് പറഞ്ഞ് രവി ഒന്നും മിണ്ടാതിരുന്നു. ലഞ്ച് ടൈം ആയപ്പോൾ എല്ലാവരും ലഞ്ച് കഴിക്കാൻ എഴുന്നേറ്റു. എന്നാൽ അപ്പോഴും ഗൗരി അവിടെ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഗൗരി കഴിക്കാൻ എഴുന്നേറ്റ് വരാത്തതുകൊണ്ട് ദീപ അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഗൗരി, ലഞ്ച് ടൈമായി, കഴിക്കാൻ വായോ. അപ്പോൾ അവൾ തല പൊക്കി നോക്കി ദീപയോട് പറഞ്ഞു, എനിക്ക് വേണ്ട ചേച്ചി, ചേച്ചി പൊയ്ക്കോളൂ. അത് പറ്റില്ല, കുറച്ചെങ്കിലും കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ദീപ അവളുടെ അടുത്തിരിക്കുന്നുണ്ടായിരുന്ന ബാഗ് എടുത്തു. വെയിറ്റ് കുറവ് കണ്ട് ദീപ ചോദിച്ചു, നീ ലഞ്ച് കൊണ്ടുവന്നില്ലേ? എനിക്ക് കഴിക്കാൻ വേണ്ട, ചേച്ചി പോയി കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ഗൗരി അവളുടെ കയ്യിൽ നിന്ന് ബാഗ് തിരികെ വാങ്ങി. ആ സമയത്താണ് ദേവനും രവിയും ലഞ്ച് കഴിക്കാൻ വീട്ടിലേക്ക് പോകാൻ ദേവൻ്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അവർ ഗൗരിക്ക് അരികിലെത്തിയപ്പോൾ അവിടെ നിന്നു. ഗൗരി ദേവനെ കണ്ടപ്പോൾ ദേഷ്യത്തോടെ തിരിഞ്ഞിരുന്നു. ദേവൻ ദീപയോട് ചോദിച്ചു, എന്താ? കഴിക്കാൻ വിളിക്കുകയായിരുന്നു. എന്നാ അവൾ കൊണ്ടുവന്നിട്ടില്ല, കഴിക്കാൻ വേണ്ടാന്ന് പറഞ്ഞിരിക്കുക, ദീപ പറഞ്ഞു. അപ്പോൾ ദേവൻ രവിയോട് പറഞ്ഞു, രവി, ഇവൾക്ക് കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്ക്. അത് കേട്ട് ദേഷ്യത്തോടെ ഗൗരി പറഞ്ഞു, വേണ്ട, എനിക്ക് കഴിക്കാൻ വേണ്ട. ഗൗരി, കുറച്ചെങ്കിലും കഴിക്ക്, ഞാൻ കൊണ്ടുവന്നതിൽ നിന്ന് തരാം, ദീപ പറഞ്ഞു. എനിക്ക് കഴിക്കാൻ വേണ്ടാത്തതുകൊണ്ടാ. വല്ലാത്ത തലവേദന, ഞാൻ വീട്ടിൽ പോവുക, ഗൗരി പറഞ്ഞു. അത് കേട്ടപ്പോൾ ദേവൻ അവിടുന്ന് പോയി. പിന്നാലെ രവിയും. ഉച്ചയ്ക്ക് ശേഷം ലീവാണെന്നെഴുതി രാജീവിൻ്റെ ക്യാബിനിൽ കൊണ്ടുപോയി വെച്ചേക്ക്. രാജീവ് കുറച്ചു മുമ്പ് ഫീൽഡിൽ പോകുന്നുണ്ടായിരുന്നു. ഇനി കഴിച്ചു കഴിഞ്ഞേ വരേണ്ടാവുള്ളൂ, ദീപ പറഞ്ഞു. എന്നിട്ട് അവൾ കഴിക്കാൻ പോയി. ഗൗരി ഒരു വൈറ്റ് പേപ്പർ എടുത്ത് അതിൽ എന്തൊക്കെയോ എഴുതി ദേവൻ്റെ ക്യാബിനിൽ കൊണ്ടുപോയി വെച്ച് അവിടെ നിന്നിറങ്ങി. ദേവനും രവിയും കഴിക്കാനായി ഇരിക്കുമ്പോൾ രാമേട്ടൻ പറഞ്ഞു, കുഞ്ഞേ, ആ കുട്ടി രാവിലെ കഴിക്കാനൊന്നും കൊണ്ടുപോയിട്ടില്ല. എവിടെയും പൂട്ടിയിട്ടിരിക്കുന്നല്ലോ, കൊച്ചു കുഞ്ഞുമല്ല. വിശക്കുമ്പോൾ എന്തെങ്കിലും ചെയ്തോളും, ദേവൻ പറഞ്ഞു. പിന്നീട് രാമേട്ടൻ ഒന്നും പറയാൻ പോയില്ല. അവർ കഴിച്ചെഴുന്നേറ്റ് കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം ഓഫീസിലേക്ക് പോയി. ലഞ്ച് കഴിഞ്ഞ് രാജീവ് നേരത്തെ ഓഫീസിലെത്തി. എന്നാൽ അവിടെ ഗൗരിയെ കാണാത്തതുകൊണ്ട് ദീപയോട് ചോദിച്ചു, ഗൗരി എവിടെ പോയി ദീപ ചേച്ചി? അവൾ തലവേദനിക്കുന്നു എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയി. കുറേ നേരം കരഞ്ഞതല്ലേ, അതുകൊണ്ടാവും, ദീപ പറഞ്ഞു. അവള് എന്തെങ്കിലും പറഞ്ഞോ ദീപ ചേച്ചി? രാജീവ് ചോദിച്ചു. ഞാനൊന്നും ചോദിച്ചില്ല, മറ്റൊരു ദിവസമാവട്ടെ, ദീപ പറഞ്ഞു. അയാളല്ല അവളുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നത്. മറ്റെന്താ നടന്നതെന്നറിയില്ല, രാജീവ് പറഞ്ഞു. അയാൾ പറഞ്ഞത് അവൾ മറ്റാരുടെയോ കൂടെ പോയി എന്നല്ലേ. അങ്ങനെ ആരെങ്കിലും ഉള്ളതായി രാജീവിനറിയോ? ദീപ ചോദിച്ചു. അത് അവളുടെ അമ്മയുടെ നാട്ടിൽ ഒരാൾ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവനാണ് അവളുടെ കഴുത്തിൽ താലി കെട്ടിയതെങ്കിൽ അവൾ എന്തിനിങ്ങനെ കരയണം? രാജീവ് ചോദിച്ചു. അത് ശരിയാണ്, വന്നപ്പം മുതൽ അവളിരുന്ന് കരയായിരുന്നു, ദീപ പറഞ്ഞു. എന്താ ഉണ്ടായതെന്ന് അവൾക്ക് മാത്രമേ അറിയൂ. ഇനി വരുമ്പോൾ എങ്ങനെയെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം. ശരി രാജീവ്, കുറച്ച് വർക്കുണ്ട് എന്ന് പറഞ്ഞ് ദീപ അവളുടെ സീറ്റിലേക്ക് പോയി. രാജീവ് അവൻ്റെ ക്യാബിനിലേക്കും പോയി. ദേവനും രവിയും ഓഫീസിലെത്തി ക്യാബിനിൽ ചെന്നിരുന്നു. ടേബിളിന് മുകളിൽ ഒരു പേപ്പർ ഇരിക്കുന്നത് കണ്ട് ദേവൻ അതെടുത്ത് വായിച്ചു നോക്കി. ഒരു ഞെട്ടലോടെ അതിലേക്ക് തന്നെ നോക്കി ദേവൻ ഇരിക്കുന്നത് കണ്ട് രവി ചോദിച്ചു, എന്താ സാർ അത്? ദേവൻ ഒന്നും പറയാതെ ആ പേപ്പറിലേക്ക് തന്നെ നോക്കി ഞെട്ടിത്തരിച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോൾ രവി ആ പേപ്പർ ദേവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വായിച്ചു. എൻ്റെ ജീവന് 10 ലക്ഷത്തിൻ്റെ വിലയുണ്ടോയെന്ന് എനിക്കറിയില്ല. എത്ര രൂപ ഇൻഷുറൻസ് കിട്ടുമെന്നും അറിയില്ല. എത്ര കിട്ടിയാലും അത് നിങ്ങളെടുത്തോ. മരിക്കാൻ എനിക്ക് നിങ്ങളുടെ അനുവാദം ആവശ്യമില്ലല്ലോ. ഗുഡ് ബൈ.